Hello everyone, welcome to our channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന മൊഡ്യൂളിലെ ഫെർട്ടിലൈസർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്യുലർ വെയിറ്റ് ഓഫ് യൂറിയ? നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂറിയ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ മോളിക്യുലർ വെയിറ്റ് ഓഫ് യൂറിയ? Option A 60, option B 70, option C 80 and option D 90. The correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ A 60 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Then യൂറിയന്റെ മോളിക്യുലർ ഫോർമുല എന്താണ്? NH2CO NH2 എന്നതാണ് യൂറിയന്റെ മോളിക്യുലർ ഫോർമുല എന്ന് പറയുന്നത്. സോ മോളിക്യുലർ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മസ്റ്റ് ആണ്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞ ടോപ്പിക്കാണ് യൂറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂറിയന്റെ മോളിക്യുലർ വെയിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് NH2CO NH2 എന്നതാണ്. അപ്പൊ നമുക്ക് ഫോർമുല അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്യുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? അപ്പോൾ നൈട്രജന്റെ എത്രയാണ്? നൈട്രജന്റെ മോളിക്യുലർ വെയിറ്റ് എന്ന് പറയുന്നത് 14 ആണ്. സോ ഇവിടെ 2 നൈട്രജൻ ഉണ്ട്. അപ്പൊ 14 × 2 പ്ലസ് then ഹൈഡ്രജന്റെ മോളിക്യുലർ വെയിറ്റ് 1 ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. സോ 4 പ്ലസ് then കാർബൺ 12 പ്ലസ് then ഓക്സിജന്റെ 16 എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 60 ആണ് മോളിക്യുലർ വെയിറ്റ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മോളിക്യുലർ വെയിറ്റ് ഓഫ് യൂറിയ? 60. Second question, which of the mentioned does urea serve the purpose? Option A fertilizer, option B formaldehyde resins, option C melamine and option D all of the mentioned. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, all of the mentioned. സോ യൂറിയന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പർപ്പസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂറിയ നമുക്കറിയാം ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ ലാന്തനൈഡ് കെമിസ്ട്രിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആസ് എ ഇമ്പോർട്ടൻറ്റ് റിയേജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ്ഡ് ഇൻ ക്രീംസ് ഓർ ഓയിൽമെന്റ് ടു റീഹൈഡ്രേറ്റ് സ്കിൻ. യൂറിയ ഓൾസോ യൂസ്ഡ് ഇൻ ക്രീംസ് ഓർ ഓയിൽമെന്റ് ടു റീഹൈഡ്രേറ്റ് സ്കിൻ ആൻഡ് യൂസ്ഡ് ഇൻ യൂറിയ ബ്രീത്ത് ടെസ്റ്റ് to detect the presence of bacteria in the stomach. സ്റ്റൊമക്കിലെ ബാക്ടീരിയന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറിയ ബ്രീത്ത് ടെസ്റ്റ്. അപ്പൊ അതിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യൂറിയ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് മെലാമിൻ ആൻഡ് യൂസ്ഡ് ഇൻ ഇൻഗ്രീഡിയന്റ് ഇൻ ഡിഷ് സോപ്പ്. അപ്പം ഫെർട്ടിലൈസർ മാത്രമല്ല യൂറിയ എന്ന് പറയുന്നത്, യൂറിയ കൊണ്ട് ഒരുപാട് പേർപ്പസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലാന്തനൈഡ് കെമിസ്ട്രിക്കകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രീംസ് ഓയിൽമെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂറിയ ബ്രീത്ത് ടെസ്റ്റ്, മാനുഫാക്ചർ ഓഫ് മെലാമിൻ ആൻഡ് ഇൻഗ്രീഡിയന്റ് ഇൻ ഡിഷ് സോപ്പ്. Third question, urea ammonium nitrate solution is regarded as which of the mentioned? Option A nitrogen fertilizer, option B phosphate fertilizer, option C potassium fertilizer and option D mixed fertilizer. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, നൈട്രജൻ ഫെർട്ടിലൈസർ ആണ്. Okay, so urea ammonium nitrate solution, urea ammonium nitrate also known as UAN solution is most popular nitrogen fertilizer and which containing 28 to 32% nitrogen. Next question, ammonium carbamate decomposition result in which of the mentioned? Option A urea, option B DDT, option C ammonium nitrate and option D ammonium hydroxide. Right answer option A ആണ്, യൂറിയ. Ammonium carbamate decomposition is one of the methods of producing urea. യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന one of the method ആണ് ammonium carbamate decomposition എന്ന് പറയുന്നത്. Okay. Fifth question, what is X in the following flow chart? ഈ ഒരു ഫ്ലോ ചാർട്ടിൽ എക്സ് ആയിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത്
urea. Option B, ammonium sulfate. Option C, ammonium chloride. Option D, only ammonia. So here right answer എന്ന് പറയുന്നത് യൂറിയ ആണ്. യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഓട്ടോക്ലേവില് സ്റ്റീം കൊടുത്തിട്ട്, അതായത് 170°C ആൻഡ് 140 അറ്റ്മോസ്ഫിയറിക് പ്രഷർ നൽകിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? യൂറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഓട്ടോക്ലേവിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യൂറിയ. Sixth question, which of the following is not an essential nutrient provided by NPK fertilizer? Option A, nitrogen. Option B, potassium. Option C, phosphorus. And option D, iron. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അയൺ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് NPK ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ, P ഫോസ്ഫറസ് ആൻഡ് K പൊട്ടാസ്യം. ഓക്കെ, അപ്പം NPK ഫെർട്ടിലൈസർ. അപ്പൊ അതിനകത്ത് പെടാത്തത് ഏതാണ്? അയൺ ആണ്. Seventh question, what is the primary function of NPK fertilizer? Option A, to provide essential nutrients for plant growth. Option B, to increase the pH of the soil. Option C, to control pests and diseases. Option D, to improve soil structure. ഇവിടെ ചോദിച്ചിരിക്കുന്നത് NPK ഫെർട്ടിലൈസറിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, ടു പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ്സ് ഗ്രോത്ത്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെയാണ് പ്ലാന്റ്സിന്. സോ NPK ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ്സ് ഗ്രോത്ത്. ഹിയർ നൈട്രജൻ നമുക്ക് സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാം. NPK ഫെർട്ടിലൈസറിൽ നൈട്രജന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാം. ഫോർ ഹെൽപ്പിംഗ് പ്ലാന്റ്സ് ടു ഗ്രോത്ത് ലീവ്സ്. ദെൻ അങ്ങനെയെങ്കിൽ ഫോസ്ഫറസ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഹെൽത്തി ഫ്ലവർ, ബഡ്സ്, റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. Then potassium to help sustain overall plant health and disease resistance. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കി വെക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം നമ്മളോട്. N, nitrogen for helping plants to growth leaves, and phosphorus help to produce healthy flower, buds, roots and fruits, and potassium to help sustain overall plant health and disease resistance. Next question, which of the following is not a common source of nitrogen in NPK fertilizer? Option A, ammonium nitrate. Option B, urea. Option C, calcium carbonate. And option D, nitrogen gas. അപ്പൊ നമുക്കറിയാം നൈട്രജന്റെ സോഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അമോണിയം നൈട്രേറ്റ്, അതിനകത്ത് എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. യൂറിയന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? NH2CO NH2. അപ്പൊ അതിനകത്തും എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. ഇനി നൈട്രജൻ ഗ്യാസ് ആണെങ്കിലും എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് പെടാത്തത് എന്താണ്? നൈട്രജന്റെ സോഴ്സ് അല്ലാത്തത് കാൽഷ്യം കാർബമേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the application of NPK fertilizers affect the pH of the soil? It increases the pH. Option B, it decreases the pH. Option C, it has no effect on the pH. And option D, it depends on the specific NPK fertilizer used. Right answer option C ആണ്, it has no effect on the pH. അപ്പം NPK ഫെർട്ടിലൈസറിന് pHനെ അഫക്ട് ചെയ്യുന്ന യാതൊരു ഫംഗ്ഷനിങ്ങും ഇല്ല. 10th question, in what form are NPK fertilizers typically applied to plants? Option A, solid. Option B, liquid. Option C, gas. Option D, both solid and liquid forms. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, both solid and liquid forms. So NPK ഫെർട്ടിലൈസർ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ സോളിഡ് ഫോമിലും വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ലിക്വിഡ് ഫോമിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. Next question, potassium is used as fertilizer for which purpose?
Option A, development of stems and leaves. Option B, accelerating seeds. Option C, to prevent disease. And option D, early stages of plant growth. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടു പ്രിവെന്റ് ഡിസീസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, പൊട്ടാസ്യത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. helps overall plant health and disease resistance എന്നുള്ളത്. So here right answer എന്ന് പറയുന്നത് to prevent disease. 12th question, which is the best or balanced fertilizer? Option A, potash fertilizer. Option B, NPK fertilizer. Option C, phosphatic fertilizer. And option D, all above. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, NPK fertilizer ആണ്. NPK fertilizer എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ എന്നൊക്കെ പറയാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് യൂറിയ അതുപോലെ NPK ഫെർട്ടിലൈസർ, ഇതും രണ്ടുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ഇടാം. നമുക്ക് മാക്സിമം സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.